അയ്യപ്പ ഭക്തരുടെ ഇന്ത്യയിൽ മുഴുവനുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു പരിച്ഛേദം ഇന്നിവിടെ സെമിനാറുമായി രാവിലെ സംഘടിപ്പിക്കും. 3 വിഷയങ്ങളിൽ ഊന്നിയാണ് സെമിനാർ നടക്കുന്നത്. ശബരിമലയിലെ വിശ്വാസം, വികസനം, സുരക്ഷ. വികസനം അത്യാവശ്യമാണ്, പക്ഷെ ആ വികസനം ഒരിക്കലും വിശ്വാസത്തിന്റെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടു, ആഗോള സംഗമം നടത്തി എന്നതിന്റെ ഒരു അഹങ്കാരത്തിൽ അത് പൊളിഞ്ഞു പാളീസായെങ്കിലും ഇന്നലെ തന്നെ ചില കടലാസ് നീക്കങ്ങൾ നടക്കുന്നു. ശബരിമലയിൽ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ അത് ഹൈക്കോടതി വിലക്കിയിട്ടുള്ളത്. കാരണം അവിടെ വന്യജീവികളുണ്ട്, അവർക്ക് ഭീഷണിയാണ്. അപ്പൊ വികസനം ഒരിക്കലും അത് വിശ്വാസത്തിന് ഭീഷണിയാകരുത്. ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു നിക്ഷേപ സംഗമം പോലാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഞങ്ങൾ ഭയക്കുന്നത് കുറെ സ്വകാര്യ മുതലാളിമാരെ കൊണ്ടുവന്ന് അവിടെ എന്തൊക്കെയോ സംവിധാനം ഒരുക്കും. അപ്പൊ ഒരിക്കലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാകാത്ത വികസനം അവിടെ നടക്കരുത്. അതുപോലെ തന്നെ സുരക്ഷ വലിയ വിഷയമാണ്. വികസനം നടത്തുമ്പോൾ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. മഹാക്ഷേത്രങ്ങളൊക്കെ ഏതൊക്കെ അജണ്ടകൾക്ക് വിധേയമായി ഭീഷണി നേരിടുന്നത്, ധർമ്മസ്ഥല ഏറ്റവും നല്ല ഉദാഹരണം. അപ്പൊ ആ വെളിച്ചത്തിലാണ് ശബരിമലയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഈ 3 വിഷയങ്ങൾ കേവലം ഒരു വിഷയം അവതരിപ്പിച്ച് ഒരു പ്രഭാഷണം നടത്തി പോവുക എന്നുള്ളതല്ല, അത് വെച്ചുകൊണ്ട് ഭാവിയിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ബന്ധപ്പെട്ടവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ് ആശയങ്ങൾ. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യിപ്പിക്കും. അതിനു വേണ്ടുന്ന ജനകീയ ഇച്ഛാശക്തി സ്വരൂപിക്കുകയും. ഈ സംഗമം ശബരിമലയിലെ വിശ്വാസത്തിനെ ഹനിക്കാത്ത എല്ലാ വികസനത്തിനും ഈ സംഗമം കൂടെ ഉണ്ടായി. അതിൽ ആരുടെയൊക്കെ സമ്മർദ്ദ ശക്തിയായി ആരിലൊക്കെ സ്വാധീനം ചെലുത്താമോ അവിടെയൊക്കെ ഈ സമ്മേളനം തീർച്ചയായും അത് അയ്യപ്പഭക്തർ തന്നെ തെളിയിച്ചില്ല. കാരണം ഇത്രയും വലിയ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി, ഭരണം, കോടികള് ഇതൊക്കെ ഉണ്ടായിട്ട് പകുതി കസേരയിൽ ആളെ എത്തിക്കാൻ പറ്റും. ഗോവിന്ദമാഷ് മാത്രം നോക്കിയാൽ കാണുന്നതാണല്ലോ ബാക്കി കസേരയിലെ ആളുകൾ. പകുതി ആളുകളെ പോലും സാധാരണക്കാരന് കാണുന്ന മാതിരി അവിടെ എത്തിക്കാൻ അയ്യപ്പ ഭക്തർ ബഹിഷ്കരിച്ചു. തക്ക പ്രത്യുത്തരമാണ് അയ്യപ്പ ഭക്തർ.